ഹായ്. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? അപ്പോൾ അൽഹംദുലില്ലാ നമ്മുടെ രണ്ടാമത്തെ നോമ്പിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. ഇന്ന് നമ്മൾ ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് ആദ്യം കഴുകിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഒരു ഉച്ചയൊക്കെ ആയിട്ടേ ഉള്ളൂ കേട്ടോ ടൈം. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചാൽ നമ്മൾ എടുക്കുമ്പം അധികം പണി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒന്ന് ക്ലീനാക്കി എല്ലാം രണ്ട് ഭാഗമാക്കിയിട്ടൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ ആ ഒരു പണി ഒക്കെ നോക്കുകയാണ്. പിന്നെ കുറച്ച് സ്നാക്സിനെല്ലാം വേണ്ടിയിട്ട് കുറച്ച് ബീഫ് മാറ്റി വെക്കുന്നുണ്ട്. നമ്മുടെ സമോസ അല്ലെങ്കിൽ ഇറച്ചിപ്പത്തിരി അങ്ങനത്തെ സ്നാക്സിനൊക്കെ പിന്നെ നമ്മൾ അപ്പോൾ ആ ഒരു മീറ്റ് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത് കുറച്ച് കുക്ക് ചെയ്തിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ച് സൂക്ഷിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇതാ മീറ്റെല്ലാം ക്ലീനാക്കി ഇത് രണ്ട് ഭാഗമാക്കിയിട്ട് വെക്കുന്നുണ്ട്. നോൺ വെജും ഫിഷൊക്കെ കഴിയുകയാണെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്ത് തന്നെ വെക്കുന്നതായിരിക്കില്ലേ കുറച്ചും കൂടി എളുപ്പം. ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു കട്ട പിടിച്ചിരിക്കുമ്പം പിന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് കഴുകിയെടുക്കാൻ. പിന്നെ ആ ഒരു ബ്ലഡൊന്നും കറക്റ്റായിട്ട് പോവില്ല. അപ്പം കഴുകിയിട്ട് എപ്പോഴും ക്ലീനാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാൻ എടുക്കാൻ എളുപ്പമാണ്. അതുപോലെ കുറച്ച് ക്ലീനായിട്ടിരിക്കുന്നത് നമുക്കൊരു പിന്നെ എടുക്കുമ്പോൾ അതത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നില്ലല്ലോ. അപ്പോൾ അതെല്ലാം രണ്ട് ഭാഗമാക്കിയിട്ട് ഫ്രീസറിലോട്ട് വെക്കുകയാണ്. ഇനിയിപ്പോൾ ബാക്കി കുറച്ച് ബോൺലെസ് ആയിട്ടുള്ള പീസൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞാലോ സ്നാക്സിന് വേണ്ടിയിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് ക്രഷ് ചെയ്തിട്ട് മാറ്റി വെക്കാനുള്ളതാണ്. അപ്പോൾ ഇതിലോട്ട് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്താണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 6-7 വിസിൽ വന്നിട്ടുണ്ട്. അത് ക്രഷാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചാൽ നമുക്ക് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ സ്നാക്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. പിന്നെ കുറച്ച് ടൊമാറ്റോ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം ഈ ഒരു പണികളൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് സമയം കിട്ടുമ്പം ചെയ്ത് വെച്ചാൽ നമ്മൾക്ക് ആ ഒരു വൈകുന്നേരത്തെ ആ ഒരു തിരക്കൊന്നും ഒഴിവാക്കാമല്ലോ. അപ്പം അതൊക്കെ ഒന്ന് ചെയ്ത് വെക്കുകയാണ്. അപ്പം കുറച്ച് അധികം ടൊമാറ്റോസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഈ ഒരു സിപ്ലോക്ക് പൗച്ചിലൊക്കെ ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ആ ഒരു പണിയും കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പം കുറച്ച് ടൈം കഴിഞ്ഞിട്ട് നമ്മൾ അസർ നമസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷമാണ് പിന്നെ കിച്ചണിലോട്ട് വരുന്നത്. ഇനിയിപ്പം ആദ്യം തന്നെ പത്തിരിപ്പൊടിയൊക്കെ ഒന്ന് കുഴച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇതിപ്പം പച്ചരിപ്പൊടിയും പിന്നെ കുറച്ച് നമ്മുടെ നെല്ല് കുത്തിയ അരിയുണ്ട്. അപ്പോൾ അതിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ടാണ് ഈ പത്തിരി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നല്ല തിളച്ച വെള്ളത്തിൽ ഇത് കുഴച്ചെടുക്കണം. അപ്പോൾ പത്തിരിയുടെ ഈ ഒരു പണി ഇതൊന്ന് കുഴച്ച് വെച്ചാൽ അതൊന്ന് ആറുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി കുറച്ച് പണികളൊക്കെ ചെയ്യാമല്ലോ. അപ്പം ആദ്യം പത്തിരിപ്പൊടി തന്നെയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇത് ചൂടാറിയ ശേഷം ചുട്ടെടുത്താൽ മതി. അപ്പോൾ അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇന്നിപ്പോൾ സ്നാക്കായിട്ട് കട്ട്ലറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഓവനിൽ വെച്ചിട്ടുണ്ട്. ഇനി വേഗം തന്നെ മീൻകറിയിലാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ മീൻകറിയുടെ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പം ഈ ഒരു മീനും കൂടി ഇതിലിട്ട് കൊടുത്ത് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ മീൻകറിയൊക്കെ റെഡിയാക്കി കിട്ടും കേട്ടോ. ഇതിനധികം കുക്കിംഗ് ടൈമൊന്നും ഇല്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു നോമ്പ് തുറക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞിട്ട്. അപ്പം ഇന്നത്തെ തുറ ഞാൻ ഒറ്റക്കായി. പിന്നെ ഇപ്പോൾ ഇതാ കുറച്ച് കപ്പക്കറി കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിന് പൂളാന്ന് പറയും കേട്ടോ. അപ്പം കപ്പ യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. പൂളാന്നാണ് അധികം പറയാറ്. അപ്പോൾ ഓരോ നാട്ടിൽ ഓരോ പേരാണല്ലേ. കപ്പ ഉണ്ട്, കൊള്ളി, പൂള, ചീനി, മരച്ചീനി അങ്ങനെ ഒരുപാട് പേരില്ലേ.
അപ്പോൾ ഇത് മീൻകറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു കപ്പയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ ഒരു നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്, കറിക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ വീട്ടിലൊക്കെ അധികവും ഈ കപ്പ വെച്ചിട്ട് ഈ പൂള വെച്ചിട്ട് ഒരുപാട് കറികളിങ്ങനെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു നൊസ്റ്റ് അടിച്ചപ്പോൾ കപ്പയൊക്കെ തിരഞ്ഞു പിടിച്ചു വാങ്ങിച്ചതാണ്. അപ്പം അങ്ങനെ ഇവിടെ കിട്ടാറില്ല കേട്ടോ, വല്ലപ്പോഴൊക്കെ കിട്ടാറുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്ന് ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ മീൻകറിയെല്ലാം ഞാൻ തിളച്ച് ഫ്ലെയിമെല്ലാം ഓഫാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു കപ്പ കൂടെ ഇതിലോട്ട് കുക്കറിൽ ആക്കിയിട്ട് ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ആ ഒരു വെള്ളം നമുക്ക് ഇതിന്ന് മാറ്റണം. എന്നിട്ടാണ് ഈ കപ്പ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നോമ്പിൻ്റെ ടൈമിൽ കപ്പയ്ക്ക എല്ലാം അങ്ങനെ അധികം വീട്ടിലും ഉണ്ടാവില്ലല്ലേ, അറിയില്ല കേട്ടോ. നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാവാറുണ്ടോ? അപ്പം എനിക്ക് എന്താ അറിയില്ല, എനിക്കതിങ്ങനെ കഴിക്കണം എന്ന് തോന്നിയപ്പോൾ ഒന്ന് ഉണ്ടാക്കുകയാണ്. അപ്പം അതങ്ങനെ ഒന്ന് തിളച്ച് വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും കട്ട്ലറ്റിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പൊട്ടറ്റോ ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ, കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ ഞാൻ ഈ ഒരു കപ്പിലെ വെള്ളം കൂടെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെ വെള്ളം കംപ്ലീറ്റ് ഒഴിവാക്കിയ ശേഷം ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഇത് ഒന്ന് കുക്കാക്കി എടുക്കുന്നുണ്ട്. ഒരു 2-3 വിസിലുകൊണ്ട് തന്നെ നമ്മുടെ കപ്പയ്ക്ക് കുക്കായിട്ട് കിട്ടും. അപ്പം വെള്ളം ഞാൻ ഈ ഒരു കപ്പയുടെ മേലെ നിൽക്കുന്നത്ര വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം അതവിടെ നിന്ന് കുക്കാവട്ടെ. ആ ടൈം കൊണ്ട് ബാക്കി കട്ട്ലറ്റിനുള്ള പണികളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ കട്ട്ലറ്റ് ആകുമ്പോൾ കുറച്ചധികം സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യേണ്ടതുണ്ടല്ലോ. അപ്പം കുറച്ച് എളുപ്പമല്ലാത്തൊരു പണിയാണല്ലേ ഈ കട്ട്ലറ്റ് ഉണ്ടാക്കൽ. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ആ ഒരു ബീഫെല്ലാം ക്രഷ് ചെയ്തെടുത്ത ബീഫാണ് കേട്ടോ. അപ്പോൾ അത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അതിൽ വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. ഒരു പാൻ വെച്ചിട്ട് അതിലൊന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം കുറച്ചും കൂടെ നമ്മുടെ കട്ട്ലറ്റ് കുറച്ചും കൂടി ടേസ്റ്റ് ചെയ്ത് തോന്നാറുണ്ട്. ഇപ്പോൾ ചിക്കനാണെങ്കിലും ആ ചിക്കൻ ആദ്യം ഒന്ന് ഇതുപോലെ ക്രഷ് ആക്കിയിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. കുറച്ച് സമയം വെച്ചാൽ മതി, ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് സവാള ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് സവാള ഒന്ന് വഴന്ന ശേഷം അതിലോട്ട് പച്ചമുളക്, കറിവേപ്പില, മല്ലിയില ഇതെല്ലാം കൂടി ചെറുതാക്കി കട്ട് ചെയ്തത് കൂടി ചേർത്തിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരുപാട് സവാള എടുത്തിട്ടില്ല, കാരണം ഇവിടെ സവാള ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അധികം എടുത്തിട്ടുമില്ല. പിന്നെ അത് നന്നാക്കി ചോപ്പാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ചോപ്പാക്കി ഇതിൽ ചേർത്താൽ ഇപ്പോൾ സവാളയൊന്നും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് അധികം കടിക്കാൻ കിട്ടില്ല. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയും കൂടി ചെയ്താൽ നമ്മളെ സവാളയുടെ ക്വാണ്ടിറ്റി നന്നായിട്ട് കുറയുകയും ചെയ്യും, ടേസ്റ്റും ഉണ്ടാകും. അപ്പം സവാള കുറച്ചും ഉരുളക്കിഴങ്ങ് കുറച്ച് അധികം ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ എടുത്തതിൽ. പിന്നെ ഇതിലോട്ട് ഗരം മസാല പൊടി, പിന്നെ വേണ്ടത് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്നൊക്കെ പറയാം, കുറച്ച് ഫെനൽ സീഡ് പൗഡറില്ലേ, പെരുംജീരകത്തിൻ്റെ പൊടി, അതിൻ്റെ ഫെനൽ സീഡ് പൗഡറും കൂടി ചേർത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നോമ്പിന് ഈ ഉപ്പ് എരിവ് അങ്ങനത്തെ ടേസ്റ്റ് അറിയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇഫ്താർ പാർട്ടിക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ. അപ്പോൾ എല്ലാം ഒരു അളവ് കണക്കിൽ അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഉപ്പ് എങ്ങനെയെന്നൊന്നും അറിയത്തില്ല. അപ്പം ഒരു കണക്കനുസരിച്ച് അങ്ങ് ചേർത്ത് കൊടുത്തു. ഇനിയിപ്പോൾ ഇതിലോട്ട് മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പൊട്ടാറ്റോ കുക്ക് ചെയ്തെടുക്കുമ്പം ചിലപ്പോൾ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ ചളി പോലെ ആയിപ്പോവും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കട്ട്ലറ്റ് നമ്മൾ അത് റോൾ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പിലൊന്നും കിട്ടില്ല, അല്ലെങ്കിൽ ആകെ അലിഞ്ഞു പോയിരിക്കും. അപ്പോൾ അങ്ങനെയൊന്നും ആവാണ്ടിരിക്കാൻ കുറച്ച് ടൈറ്റാക്കി തന്നെ നമ്മുടെ ആ ഒരു പൊട്ടാറ്റോ കിട്ടണം. ഇനി അഥവാ കുറച്ച് ലൂസായി പോയാൽ കുറച്ച് ബ്രെഡ് ക്രംസൊക്കെ ഇട്ടിട്ട് നമുക്ക് ആ ഒരു ഫില്ലിങ് റെഡിയാക്കി എടുത്താൽ മതി. കട്ട്ലറ്റിൻ്റെ മസാലയൊക്കെ ആക്കി വെച്ച ശേഷം നമ്മുടെ പത്തിരിയുടെ പണി കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ ഇടയിൽ. അപ്പോൾ ഇങ്ങനെ ഗ്യാപ്പിലായിട്ട് ചെയ്യുമ്പം പണികൾ പെട്ടെന്ന് കഴിയും. ഇല്ലെങ്കിൽ അതവിടെ പെൻഡിങ് ആയി പിന്നെ
പിന്നീട് ചെയ്യേണ്ട അവസ്ഥയാവും. അതുകൊണ്ട് പത്തിരി എന്നൊക്കെ പറയുമ്പം ഇതിൻ്റെ അടുത്ത് തന്നെ നിന്ന് നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ടത് കൊണ്ട് തന്നെ അപ്പോൾ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ ആ ഒരു പത്തിരിപ്പണി കൂടെ ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് കുക്ക് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ കട്ട്ലറ്റും കൂടി ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കട്ട്ലറ്റ് ഇതുപോലെ ഒരു കട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു കട്ട്ലറ്റിൻ്റെ പണികൾ പെട്ടെന്ന് തന്നെ ഷേപ്പാക്കി കിട്ടും കേട്ടോ. അപ്പം ഇതുപോലെ എന്തെങ്കിലും വല്ല ഇതുപോലെ വല്ല എന്തെങ്കിലും ഒരു കട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റോൾ ചെയ്ത് ഒരു ഷേപ്പിലൊക്കെ ആക്കിയെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ പത്തിരിപ്പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ ഒറ്റക്കൊക്കെ ആവുകയാണെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കണമല്ലോ. പ്രത്യേകിച്ച് ഇഫ്താറിനാകുമ്പോൾ നമ്മൾ ആ ഒരു ടൈമിൽ തന്നെ എല്ലാം സെറ്റാക്കി എടുക്കണം. അപ്പോൾ കുറച്ച് പെട്ടെന്ന് നമ്മൾ ചെയ്തെടുക്കണം. അപ്പോൾ ഒറ്റക്കൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് എന്തായാലും നമ്മൾ തന്നെ ചെയ്യേണ്ട കാര്യമാണല്ലോ. അപ്പം ഇടയ്ക്കൂടി നമുക്ക് ഒരു സമയം കണ്ടെത്തി വേഗം പണികൾ തീർത്ത് എടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഇതാ പത്തിരിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ആ ഒരു നെല്ലിൻ്റെ ആ ഒരു പൊടിയുള്ളത് കൊണ്ട് തന്നെ ഇത് ഒരു ബ്രൗൺ കളർ ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് പത്തിരി. അപ്പം കട്ട്ലറ്റ് ഏകദേശം ഞാൻ എല്ലാം ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഫ്രൈ ആക്കി എടുക്കാനുണ്ട്. അപ്പം ബ്രെഡ് ക്രംസിൽ ആക്കിയിട്ടാണ് നമ്മൾ ഫ്രൈ ആക്കി എടുക്കുന്നത്. ബ്രെഡ് ക്രംസ് നമ്മൾ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് വെച്ചതുകൊണ്ട് തന്നെ, അപ്പോൾ ഞാനൊന്ന് പൊടിച്ചിട്ട് ഫ്രൈ ആക്കി വെച്ചതുകൊണ്ട് തന്നെ റസ്ക് പൊടി മാതിരിയാണ് കേട്ടോ ഇരിക്കുന്നത്. നല്ല അത്ര പെട്ടെന്ന് അങ്ങ് കുഴഞ്ഞ് പോകുന്നില്ല. അപ്പോൾ നന്നായിട്ട് ആ ഒരു കുറച്ചൊരു ഉറപ്പിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനുണ്ട്. പിന്നെ കട്ട്ലറ്റിൻ്റെ കാര്യത്തിൽ അതിനോട് കുറച്ച് സോഫ്റ്റായിട്ട് പെരുമാറിയിട്ടില്ലെങ്കിൽ അതിൻ്റെ സ്വഭാവം മാറും. അതാകെ പൊട്ടി പിന്നെ എണ്ണയെല്ലാം കുടിച്ച് ഒരു പരിവാവും. അതുകൊണ്ട് കുറച്ച് മയത്തിലൊക്കെ കട്ട്ലറ്റിനോട് പെരുമാറിയാൽ നമുക്ക് കട്ട്ലറ്റ് അധികം പൊട്ടാണ്ട് ഒക്കെ കിട്ടും കേട്ടോ. അപ്പം ഒരു ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതിനെ നോവിക്കാണ്ട് ആണ് കേട്ടോ ഞാനിപ്പോൾ ഇതെടുക്കുന്നത്. എന്തെങ്കിലും പറ്റി അത് പെട്ടെന്ന് പൊട്ടിപ്പോവും. പിന്നെ നമ്മൾ ആകെ ഏറ്റവും ബുദ്ധിമുട്ടാവുന്ന ഒരു പണിയാണ് ഈ കട്ട്ലറ്റ്, അതുപോലെ ബോണ്ടൊക്കെ. അപ്പം അത് പെട്ടെന്ന് പൊട്ടുകയും ചെയ്യും, പിന്നെ എണ്ണ കുടിക്കുകയും ചെയ്യും, പിന്നെ അത് കഴിക്കാനും പറ്റത്തില്ല. ഒരു ബാച്ച് കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി പത്തിരി ഇപ്പുറത്ത് കുക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഇന്ന് നല്ല പണി കിട്ടിയിട്ടുണ്ട്. ഇപ്പം കുറച്ച് ഈ ഒരു പണികളൊക്കെ എടുക്കുന്നതാണ്. അപ്പം ആ ഒരു പണി കൂടെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചെയ്യേണ്ടി വന്നു. അപ്പം പിന്നെ നോമ്പ് തുറക്കാൻ ഏകദേശം ഇപ്പോൾ നോമ്പ് തുറക്കാനുള്ള ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വേഗം എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ ഈ ഒരു കട്ട്ലറ്റ് സെറ്റും കൂടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രൂട്ട്സ് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് മുഴുവൻ എനിക്ക് കഴിക്കാനല്ല, അപ്പം നോമ്പ് തുറക്കാൻ ഉള്ള ടൈമിലെത്തില്ലെന്നുള്ളൂ. അപ്പം ഇക്കാക്കുള്ളതും കൂടെ കട്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികളൊക്കെ അതിൻ്റെ ഇടയിൽ ഉറങ്ങിയൊക്കെ എഴുന്നേറ്റു. പിന്നെ ഇനിയിപ്പം ഇതെല്ലാം റെഡിയാക്കി പെട്ടെന്ന് തന്നെ നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നോമ്പൊക്കെ തുറന്നിട്ട് കാണാം. അപ്പോൾ നമ്മുടെ നമസ്കാരമൊക്കെ കഴിഞ്ഞു. കുറച്ച് ഓതാനൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഓതിക്കഴിഞ്ഞു. ശേഷമാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ കിച്ചണിൽ. അപ്പോൾ നമ്മുടെ ഈ ഒരു കപ്പക്കറിയില്ലേ, പുളക്കറി, അപ്പോൾ അത് ഒന്ന്
ഫ്രൈ ആക്കി എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഉടച്ചെടുത്ത് അതിലോട്ട് പച്ചമുളകും കറിവേപ്പിലയും കടുകും വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ടുള്ള ആ ഒരു വറവ് കൂടെ ഇതിലോട്ട് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ. പിന്നെ ഈ കറിയൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. പത്തിരിയും മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളി കോംബോ ആണ്. അപ്പോൾ അടുത്ത വീഡിയോ വരും വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.